ഓക്കെ, അപ്പോൾ നമ്മൾ SN1 റിയാക്ഷൻ്റെ ആ ഒരു കൺസെപ്റ്റ് ആയിരുന്നു SN1 ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. നോക്കിക്കോളൂ, അതിലകത്ത് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് പോളറൈസ്ഡ് CX ബോണ്ട് പോളറൈസ്ഡ് CX ബോണ്ട് undergoes slow cleavage to form carbocation. ഈ കാർബോകാറ്റോൺ എന്താണെന്നുള്ള കാര്യം ഓൾറെഡി ഞാൻ ഇവിടെ ഓഫ്ലൈൻ വന്ന പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട്. കാർബോകാറ്റോൺ എന്ന് പറഞ്ഞൊന്നുമില്ല. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. അതായത് ഇപ്പം ഇങ്ങനൊരു CL ഇവിടെ ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇത് മുറിക്കുന്ന സമയത്ത് ഈ കാർബണിൻ്റെ ഒരു ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്, ഈ ക്ലോറിൻ്റെ ഒരു ഇലക്ട്രോൺ ഇവിടെ ഉണ്ട്. ഇത് പൊട്ടിക്കുന്ന സമയത്ത് ഈ ഒരു ഇലക്ട്രോണേയും കൂടെ കൊണ്ട് ഈ ക്ലോറിൻ അങ്ങ് പോവുകയാണെങ്കിൽ പിന്നീട് ഇവിടെ CH3 ഒരു ഇലക്ട്രോൺ പോയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പോസിറ്റീവ് വരും. അങ്ങനെ കാർബണിൽ പോസിറ്റീവ് വരുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കാർബോകാറ്റോൺ എന്ന് പറയുന്നത്. ഇവിടെ CX ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെയായിരിക്കും സംഭവിക്കുക. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നോക്കിയേ, അതായത് CH3 ത്രൈസ് CBr, അതായത് CH3 ത്രൈസ് CBr, ഇതാണ് നമ്മുടെ ഹലോ ആൽക്കീൻ. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്, ഇത് സ്ലോവസ്റ്റ് സ്റ്റെപ്പാണ്. സ്ലോ സ്റ്റെപ്പ്. ഇതെന്താ സംഭവിക്കുന്നത്, ഇതിങ്ങനെ പൊട്ടുന്ന സമയത്ത് ഈ കാർബണിൻ്റെ ഒരു ഇലക്ട്രോണിനെ കൊണ്ട് ഈ ബ്രോമിൻ അങ്ങ് പോകുന്നതുകൊണ്ട് ഇവിടെ പിന്നെ ആര് മാത്രമേ ഉള്ളൂ, ഇതുകൊണ്ട് ഒരു പ്ലസ്. ഇതിൽ 3 CH3 ഉണ്ട്. അപ്പം ഒരു CH3 ഇവിടെ, ഒരു CH3 ഇവിടെ, ഒരു CH3 ഇവിടെ വരും അല്ലേ. പ്ലസ് എന്താണ്, പ്ലസ് Br മൈനസ് എന്നാണ്. ഓക്കെ, അപ്പം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി സോൾവേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ് വഴിയാണ് കിട്ടുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതി ഇട്ടേക്കണം. എനർജി റിക്വയർഡ് ഫോർ ബ്രേക്കിംഗ് CX bond is made from solvation of halide ion. അതായത് ഈ ബോണ്ട് പൊട്ടിക്കാൻ വേണ്ടി നമ്മൾ എന്താ എന്ന് അറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു സോൾവെന്റ് ആഡ് ചെയ്യും. സോൾവെന്റ് ഇപ്പം ഈ മോളിക്യൂളിനെ ഞാൻ ഈ ഒരു ഇതായിട്ട് എടുക്കുവാണെങ്കിൽ, ഒരു സോൾവെന്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ആ സോൾവെന്റ് എന്ത് ചെയ്യുന്ന അറിയാമോ, ഇതിന്റെ വെളിയിൽ ഇങ്ങനെ പൂ പോലെ വന്ന് ഇങ്ങനെ വട്ടത്തിൽ എന്ത് ചെയ്യും, ഒരു ബോണ്ട് ഫോം ചെയ്തിട്ട് അതിനകത്തുനിന്ന് ആവശ്യമായിട്ടുള്ള ബോണ്ട് ഏതാണോ അതങ്ങ് പൊട്ടിച്ച് അവൻ്റെ കൂടെ അങ്ങ് കൊണ്ടുപോകും. അതാണ് നടക്കുന്നത്. അതിനെയാണ് സോൾവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം നോക്കാം നമുക്ക്. അപ്പം സ്റ്റെപ്പ് 2, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കാർബോകാറ്റയോണിലോട്ടാണ് ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പം രണ്ടാമത്തെ സ്റ്റെപ്പ് അതാണ്. കാർബോകാറ്റയോൺ ഈസ് അറ്റാക്ഡ് ബൈ ന്യൂക്ലിയോഫൈൽ. അപ്പം നമ്മൾ ആ കാർബോകാറ്റയോണെ അതേപോലെ തന്നെ എഴുതുകയാണ്. ഇവിടെ ഒരു CH3, ഇവിടെ ഒരു CH3, ഇവിടെ ഒരു CH3. ഓക്കെ, ഇത് പ്ലസ് ആണ്. ഇതിലോട്ട് OH വന്ന് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്തുണ്ടാവും, OH ഇവിടെ വന്ന് ബോണ്ട് ഫോം ചെയ്തിട്ട് CH3 ത്രൈസ് C കണ്ടോ, OH എന്ന് പറയുന്ന ബോണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പം ഇവിടുത്തെ റിയാക്ടിവിറ്റി ഓർഡർ നോക്കുവാണെങ്കിൽ എന്തായിരിക്കും അറിയോ, ടെറിഷ്യറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ആയിരിക്കും. ആയിരിക്കും ഇവിടുത്തെ റിയാക്ടിവിറ്റി ഓർഡർ എന്ന് പറയുന്നത് ടെറിഷ്യറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ആയിരിക്കും. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രേറ്റർ അതും വീണ്ടും ഒരെണ്ണം കൊണ്ടുണ്ട്, മീഥൈൽ. ഓക്കെ, ഇങ്ങനെയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ബിക്കോസ് tertiary carbocation are more stable, hence more reactive, more reactive. ഞാൻ
ടെർഷ്യറി കാർബോകാറ്റയോണെ വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കേണ്ടി വരും. ഇവിടെ CH3, ഇവിടെ CH3, ഇവിടെ CH3. ഇതിവിടെ ഒരു പ്ലസ് ഗ്രേറ്റർ ദാൻ മീൻസ് സെക്കൻഡറി കാർബോകാറ്റയോണെ വരയ്ക്കുവാണെങ്കിൽ ഇവിടെ ഒരു CH3, ഇവിടെ ഒരു CH3, ഇവിടെ ഒരു H കൊടുത്താൽ മതി, ഇത് പ്ലസ്. ഇനി ഞാൻ പ്രൈമറി കാർബോകാറ്റയോണെ വരയ്ക്കുവാണെങ്കിൽ ഇവിടെ ഒരു CH3, ഇവിടെ രണ്ടും എന്താണ് H, ഇവിടെ പോസിറ്റീവ്. ഇനി മീഥൈൽ കാർബോകാറ്റയോണെ വരയ്ക്കുവാണെങ്കിൽ ഇവിടെ ഒരു പ്ലസ്, ഇവിടെ H, ഇവിടെ H, ഇവിടെ H കൊടുത്താൽ മതി. കണ്ടോ, ഇതാണ് ഇങ്ങനെയാണ് അത് വരയ്ക്കുക. ഇനിയും നമ്മൾ ഓൾറെഡി പറഞ്ഞു SN2 റിയാക്ഷൻ നടക്കുവാണെങ്കിൽ അവിടെ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ ഉണ്ടാകുന്ന പോലെ തന്നെ SN1 റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ റെസമൈസേഷൻ എന്ന് പറഞ്ഞൊരു ഒരു കൺസെപ്റ്റാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് ഈ റെസമൈസേഷൻ എന്നറിയോ? റെസമൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആയിട്ടുള്ള ഐസോമറും ലേവോ റൊട്ടേറ്ററി ആയിട്ടുള്ള ഐസോമറും ഫോം ചെയ്തിട്ട് അത് മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കൺസെപ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റെസമൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അടുത്ത പോയിന്റായിട്ട് എഴുതേണ്ടത്. അതായത് SN1 റിയാക്ഷൻ of an optically active compound results in racemization because carbocation here have planar structure and can be attacked from both side. നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യാം. ഞാൻ അതിൻ്റെ ഒരു പടം വരച്ചാണെങ്കിൽ ഇപ്പോൾ എന്താണ് ഒരു ടെർഷ്യറി കാർബോകാറ്റയോൺ നമ്മൾ എടുക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ അതിൻ്റെ ബോണ്ട് ഇവിടെ ഒരു CH3, ഇവിടെ ഒരു വെഡ്ജായിട്ടുള്ള ഒരു ബോണ്ട് CH3, ഇവിടെ ഡാഷും ഇത് വെഡ്ജും കണ്ടോ, ഇവിടെ തിക്കായിട്ടുള്ള ബോണ്ട്, ഇവിടെ CH3. ഇതാണ് നമ്മുടെ കാർബോകാറ്റയോൺ എന്ന് പറയുന്നത്. OH വേണമെങ്കിൽ OH- വേണമെങ്കിൽ ഇവിടുന്നും വന്ന് അറ്റാക്ക് ചെയ്യാം, OH- വേണമെങ്കിൽ ഇവിടുന്നും വന്ന് അറ്റാക്ക് ചെയ്യാം. ഇവിടുന്ന് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കോമ്പൗണ്ട് ഇങ്ങനെയായിരിക്കും. CH3, ഇവിടെ CA, ഇവിടെ H, ഇവിടെ തിക്ക് ബോണ്ട്, ഇവിടെ CH3, ഇവിടെയും CH3, ഇവിടെ OH അറ്റാച്ച് ചെയ്യും. കണ്ടോ, അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആയെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ലേവോ റൊട്ടേറ്ററി ആയെന്ന് വിചാരിച്ചോ. ഇനി ഇവിടുന്ന് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്നെങ്കിൽ ഇവർ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് നീങ്ങും, ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാകുക. നോക്കിക്കോളൂ, ഇവിടെ CH3, ഇവിടെ നമ്മുടെ വെഡ്ജ് ഇവിടെ വരയ്ക്കാം, CH3 ഇവിടെ വരയ്ക്കാം. അതേപോലെ തന്നെ എന്താ ഇത് ഡാഷ് നമുക്ക് ഇവിടെ വരയ്ക്കാം. അതേപോലെ തന്നെ OH എന്ത് ചെയ്യും, ഇവിടെ വരും. വേണം. അപ്പം ഇവൻ്റെ പേരെന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവ് ബ്യൂട്ടൻ ടു ഓൾ എടുക്കാം. ഇത് ബ്യൂട്ടനോളാണ്. അപ്പോൾ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഡെക്സ്ട്രോ റൊട്ടേറ്ററി, പോസിറ്റീവ് ബ്യൂട്ടൻ ടു ഓൾ എന്ന് എടുക്കാം. ഇവിടെ നെഗറ്റീവ് എന്ന് എടുക്കാം, ബ്യൂട്ടൻ ടു ഓൾ എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ കണ്ടോ, അപ്പോൾ ഇവിടെ രണ്ട് കോമ്പൗണ്ടും ആ പാത്രത്തിനകത്ത് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ റെസമൈസേഷൻ എന്ന് പറയുന്നൊരു സംഭവമാണ് നടക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമായിരുന്നു ഞാൻ ഇവിടെ ഓഫ്ലൈൻകാരെ പഠിപ്പിച്ചത്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ഫാക്ടേഴ്സ് ഫേവറിങ് SN1 ആൻഡ് SN2 റിയാക്ഷൻ എന്ന് പറഞ്ഞ്, അതായത് നമുക്കിപ്പോൾ 2-3 റിയജൻറ്റ് തന്നിട്ട് ഇതിനകത്ത് SN1 ആണോ SN2 ആണോ നടക്കുന്നതെന്ന് ചിലപ്പോൾ ചോദിക്കും. അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളിലൂടെ നമുക്കൊന്ന് എഴുതിയിടണം. നോട്ട് പോലെ എഴുതിയിട്ടാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴത്തേക്കും പഠിക്കാം. അപ്പോൾ ഇതിൻ്റെ താഴോട്ട് എഴുതേണ്ടത് ഫാക്ടേഴ്സ് ഫേവറിങ്, ഇവിടെ മുതൽ എഴുതണം എല്ലാവരുമേ. ഫാക്ടേഴ്സ് ഫേവറിങ് SN1 ആൻഡ് SN2 റിയാക്ഷൻ. അതിൽ ഒന്നാമത്തേത് നേച്ചർ ഓഫ് ആൽക്കൈൽ ഹാലൈഡ്. നേച്ചർ ഓഫ് ആൽക്കൈൽ ഹാലൈഡ്. അപ്പോൾ അതിൽ SN2 ആണെങ്കിൽ
നമ്മുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? നമ്മുടെ പ്രൈമറി ആയിരിക്കും നമ്മുടെ SN1. ഇതിപ്പോൾ നമ്മൾ പഠിച്ചത് SN1 അല്ലേ, SN1 ആണ് നമ്മൾ പഠിച്ചത്. SN2 ആണെങ്കിൽ പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷ്യറി ആണ് നമ്മുടെ നേച്ചർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പിൽ SN1 റിയാക്ഷൻ നടക്കുന്നതിൻ്റെ റിയാക്ടിവിറ്റിയുടെ ഓർഡർ. ഇനി SN1 ആണെങ്കിലോ, SN1 ആണെങ്കിൽ ടെർഷ്യറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ഗ്രേറ്റർ ദാൻ മീത്തൈൽ എന്നുകൂടെ നമ്മൾ ഓർത്ത് വെച്ചേക്കണം. ഓക്കെ ആണല്ലോ. ഇനിയും ഇതിനകത്ത് തന്നെ ഇതിപ്പം നേച്ചർ ഓഫ് ആൽക്കൈൽ അലൈഡിൽ പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഇനിയും ഇൻ കേസ് ഓഫ് അല്ലൈൽ കോമ്പൗണ്ട്, അത് ഡോട്ട് ഇട്ട് എഴുതണേ, ഇതും ഒരു ഡോട്ട് ഇട്ട് എഴുതണം, ഇതും ഒരു ഡോട്ട് ഇട്ട് എഴുതണം. ഇൻ കേസ് ഓഫ് അല്ലൈലിക് കോമ്പൗണ്ട്, ഇൻ കേസ് ഓഫ് അല്ലൈലിക് കോമ്പൗണ്ട് എന്ന് പറയുമ്പം അല്ലൈൽ കാർബോകാറ്റോൺ എന്ന് പറഞ്ഞൊരു കാർബോകാറ്റോൺ ഉണ്ട്. അല്ലൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പറഞ്ഞായിരുന്നു ഏതെങ്കിലും ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം ഒരു കാർബൺ ഡബിൾ ബോണ്ടിൽ അറ്റാച്ച് ചെയ്യുവാണെങ്കിൽ അവരെയാണ് നമ്മൾ അല്ലൈൽ കോമ്പൗണ്ട് എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ ഇതാണ്, അതായത് ഇതിപ്പോൾ അല്ലൈൽ കാർബോകാറ്റോൺ CH2 പ്ലസ് ഇവിടെ ഒരു CH, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് CH, ഇവിടെ ഒരു CH2 കണ്ടോ, ഇതൊരു അല്ലൈൽ കാർബോകാറ്റോൺ. ഇതിനെ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഡബിൾ ബോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാം. ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ ആക്കാം, ഇവിടെ CH2 ആക്കിയിട്ട് ഇവിടെ പ്ലസ് ആക്കിയിട്ട് സിംഗിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ട് CH2 ഇങ്ങനെ ആക്കാം. ഓക്കെ ആണല്ലോ. അപ്പം ഇവിടെ ഈ അല്ലൈൽ കോമ്പൗണ്ടിനകത്തും നമുക്ക് ഏതിനകത്താണോ SN1 SN2 എങ്ങനെയാണോ നടക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിൽ ഈ അല്ലൈൽ കാർബോകാറ്റോൺ സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ കാർബോകാറ്റോൺ പൊതുവെ സ്റ്റേബിൾ ആണെങ്കിൽ അവിടെ SN1 റിയാക്ഷൻ നടക്കാനാണ് സാധ്യത. അപ്പം ഇത് ഒന്ന് എഴുതി വെച്ചിട്ട് താഴോട്ട് എഴുതുക. ഡ്യൂ ടു റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ allylic carbocation are more stable. Hence favors SN1 reaction. Hence favors SN1 reaction. ഓക്കെ. ഇനിയും ഇതേപോലെ തന്നെ അല്ലൈലിക് കോമ്പൗണ്ട് സ്റ്റേബിൾ ആയ കാർബോകാറ്റോൺ സ്റ്റേബിൾ ആയ പോലെ തന്നെ ബെൻസൈലിക് കോമ്പൗണ്ടിലും സ്റ്റേബിൾ കാർബോകാറ്റോൺ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ അവരും വരുവാണെങ്കിൽ അവരും എന്തായിരിക്കും, SN1 റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. അപ്പം അതും കൂടെ ഒന്ന് എഴുതി വെച്ചേക്കുക. മൂന്നാമത്തെ ഒരു ഡോട്ട് ഇട്ടിട്ട് ഇൻ കേസ് ഓഫ് ബെൻസൈലിക് കോമ്പൗണ്ടിനെ പറ്റിയൊക്കെ നമ്മൾ ബേസിക് പഠിപ്പിച്ചതാണ്. ഇൻ കേസ് ഓഫ് ബെൻസൈലിക് കോമ്പൗണ്ട്, ഇൻ കേസ് ഓഫ് ബെൻസൈലിക് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ഏതാണെന്ന് അറിയാമല്ലോ, അതായത് ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്ത sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം. ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്ത sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം എന്ന് പറയുമ്പോഴത്തേക്കും നോക്കിയോ, ഞാൻ ഒന്നുകൂടെ വെച്ച് താഴോട്ട് വരിക. ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്ത sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം. ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്ത കണ്ടോ, ഇത് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റമാണ്, കാരണം എല്ലാം സിംഗിൾ ബോണ്ടാണ്. അത് ഒരു ബെൻസീൻ റിംഗിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരെ പറയുന്ന പേരാണ് ബെൻസൈലിക് കോമ്പൗണ്ട് എന്നാണ് പഠിച്ചത്. അപ്പോൾ ബെൻസൈൽ കാർബോകാറ്റോൺ എന്ന് പറയുന്നൊരു കാർബോകാറ്റോൺ നമുക്ക് ഉണ്ട്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ തന്നെ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ വഴി സ്റ്റേബിൾ ആകും. ബെൻസൈൽ കാർബോകാറ്റോൺ തന്നെ ഇനി ഇതാണ് ഒരു അതിനകത്തേക്ക് ഇതിനെ ഞാൻ വരച്ച് കാണിക്കാം. CH2 പ്ലസ് ഇത് ബെൻസൈൽ കാർബോകാറ്റോൺ ആണ്. അപ്പം ഇവിടെയും ഹിയർ ഓൾസോ SN1 reaction takes place. As carbocations are stabilized through resonance
resonance, resonance, through resonance. നമ്മൾ നേച്ചർ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് നോർമലി പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി ഉണ്ട്, അല്ലൈലിക് ആയിട്ടുള്ള ഹാലോ ആൽക്കെയ്ൻസ് ഉണ്ട്, ബെൻസൈലിക് ആയിട്ടുള്ള ഹാലോ അരീൻസ് ഉണ്ട് ഇല്ലേ. അപ്പോൾ ഇവരുടെയൊക്കെ സ്വഭാവത്തിൽ കാർബോകാറ്റയോൺസ് കൂടുതലും ഫോം ചെയ്യാൻ കഴിവുള്ള ആൾക്കാർ കൂടുതലും SN1 റിയാക്ഷനിലായിരിക്കും പങ്കെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിങ്ങനെ പഠിക്കുമ്പോൾ മനസ്സിലാകാൻ സാധ്യത വളരെ കുറവാണ്, പക്ഷെ ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ, അതായത് ഇത്ര എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഇനി രണ്ടാമത്തെ നേച്ചർ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തേത് നേച്ചർ ഓഫ് ന്യൂക്ലിയോഫൈൽ. ന്യൂക്ലിയോഫൈൽ വരുന്നതിനനുസരിച്ചും SN1 റിയാക്ഷൻ ആണോ SN2 റിയാക്ഷൻ ആണോ നമുക്ക് നടക്കുന്നതെന്ന് പറയാൻ പറ്റും. അപ്പം നേച്ചർ ഓഫ് ന്യൂക്ലിയോഫൈൽ, നേച്ചർ ഓഫ് ന്യൂക്ലിയോഫൈൽ. അപ്പം നേച്ചർ ഓഫ് ന്യൂക്ലിയോഫൈലിനകത്ത് സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ favors SN2 റിയാക്ഷൻ. അതേപോലെ തന്നെ വീക്ക് ന്യൂക്ലിയോഫൈൽ favors SN1 റിയാക്ഷൻ. അടുത്തത് നമുക്ക് ഈ ന്യൂക്ലിയോഫൈലിന്റെ കോൺസെൻട്രേഷൻ അനുസരിച്ച് SN1 ആണോ SN2 ആണോ എന്ന് അറിയാൻ പറ്റും. അപ്പം അടുത്തത് കോൺസെൻട്രേഷൻ ഓഫ് ന്യൂക്ലിയോഫൈൽ. കോൺസെൻട്രേഷൻ ഓഫ് ന്യൂക്ലിയോഫൈൽ. അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഹൈ കോൺസെൻട്രേഷൻ ഫേവേഴ്സ് SN2 reaction, and low concentration favors SN1. ഇത് ജസ്റ്റ് ചുമ്മാ ബൈഹാർട്ട് ആക്കി വെച്ചാൽ മതി, ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. തൽക്കാലം ഇത് വലിയ കാര്യമായിട്ടൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ബൈഹാർട്ട് ആക്കി വെച്ചാൽ മതി, വേറെ കാര്യമൊന്നുമില്ല. അതേപോലെ നാലാമത്തെ ഇതും കൊണ്ട് എഴുതിക്കോ, നേച്ചർ ഓഫ് സോൾവെന്റ്. നേച്ചർ ഓഫ് സോൾവെന്റ് ഇത് പറയുന്ന സമയത്ത് പോളാർ സോൾവെന്റ് ഫേവേഴ്സ് SN1 റിയാക്ഷൻ. പോളാർ സോൾവെന്റ് ഫേവേഴ്സ് SN1 റിയാക്ഷൻ. അതേപോലെ തന്നെ അടുത്ത ഒരു ഇതും കൂടെ ഓർത്തോണം. അഞ്ചാമത്തത് നേച്ചർ ഓഫ് ഹാലജൻ. അതായത് ഇതിന്റെ ഓർഡർ ഇങ്ങനെയാണ്. അതായത് Ri ഗ്രേറ്റർ ദാൻ, അതായത് ആൽക്കൈൽ അയോഡൈഡ് ഗ്രേറ്റർ ദാൻ, ആൽക്കൈൽ ബ്രോമൈഡ് ഗ്രേറ്റർ ദാൻ, ആൽക്കൈൽ ക്ലോറൈഡ് ഗ്രേറ്റർ ദാൻ, ആൽക്കൈൽ ഫ്ലൂറൈഡ് RF. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് SN1 റിയാക്ഷൻ SN2 റിയാക്ഷൻ ഈ ഓർഡറാണ്. SN1 റിയാക്ഷനും ഏറ്റവും നന്നായിട്ട് നടത്തുന്നത് ആൽക്കൈൽ അയോഡൈഡ് ആണ്. SN2 റിയാക്ഷനും ഏറ്റവും നന്നായിട്ട് നടത്തുന്നത് ആൽക്കൈൽ അയോഡൈഡ് ആണ്. ഇതൊക്കെ ഓർത്ത് വെച്ചോണം കേട്ടോ. ഇതിനകത്ത് നമുക്ക് ഈ ഇവരുടെ നഖത്തിൻ്റെ തുമ്പിനകത്ത് വരെ ക്വസ്റ്റ്യൻ അവർ വേണമെങ്കിൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഞാനത് പറഞ്ഞുതരാം, ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത് എഴുതേണ്ടത് ഫോർ ബോത്ത് ഒരു ഹൈഫൻ ഇട്ടിട്ട് ഫോർ ബോത്ത് SN1 and SN2 reaction. ക്ലിയർ ആണോ നിങ്ങളെ?